ശബരിമലയിലെ തന്ത്രിയെ കുറിച്ച് ഒരുപാട് കഥകൾ ഇപ്പൊ പുറത്തു വരും. നേരത്തെയും വന്നിരുന്നു. തന്ത്രിയുടെ ചേട്ടനെയൊക്കെ കുറിച്ച് വളരെ കോടതി പോലും ചോദിച്ചു, സംസ്കൃതം പോലും അറിയാത്ത ഈ തന്ത്രങ്ങളൊന്നും അറിയാത്ത നിങ്ങൾ എങ്ങനെയാ തന്ത്രി ആയതെന്ന് വരെ ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ ചോദിച്ചതൊക്കെയാണ്. ഇപ്പോ ഇതിനു മുൻപൊരു ശബരിമല സ്ത്രീകളെ കയറ്റുന്ന സമയത്ത് ഒരു വീഡിയോ പുറത്തു വന്നു. ഒരു സ്ത്രീ പറയുന്നതാണ്, 5000 രൂപ തന്ത്രിയെ ഒന്ന് കാണുന്നതിന് 5000 രൂപ കൊടുത്തു. അതിനുശേഷം തന്ത്രി എന്നെ ശബരിമലയിൽ കയറ്റി, എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, പിന്നെ കുഞ്ഞിനെ കിട്ടി. ഇതേ തന്ത്രിയെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ വ്യക്തതയൊന്നും പിന്നീട് ആരും ചോദിച്ചില്ല. പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പോൾ വീണ്ടും ആ വീഡിയോ ഒക്കെ വൈറലായി മാറുന്നുണ്ട്. ഇപ്പൊ തന്ത്രി 1 രൂപയ്ക്ക് 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് അപൂർവ പൂജ നടത്തും. അതെന്ത് പൂജയാണ് സാർ? അതെന്ത് പൂജയാണെന്ന് ചോദിച്ചാൽ, ശബരിമല ഈ പറയുന്ന കൊള്ളയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ചാനലിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു വെളിപ്പെടുത്തലാണ്. ഗോപാൽ കൃഷ്ണൻ IPS, അദ്ദേഹം ദേവസ്വം മുൻ വിജിലൻസ് ചീഫാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു 2015-16 കാലഘട്ടത്തിലെ ഒരു കഥയാണ് പറഞ്ഞത്. കാരണം എല്ലാവരും തന്ത്രിയെ പറ്റി അല്ലെങ്കിൽ തന്ത്രി ദൈവതുല്യനാണ് പറയുന്നത്. രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ നമ്മുടെ പരശുരാമൻ ഇവിടുന്ന് കൊണ്ടുവന്ന പാരമ്പര്യമാണ്, ആ കുടുംബമാണ്, അതുകൊണ്ട് അവർക്ക് മോഷ്ടിക്കാം, അല്ലെങ്കിൽ മോഷ്ടിച്ചാൽ ചോദിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ രാഹുൽ ഈശ്വർ ഇതുവരെ ന്യായത്തിൻ്റെ ഭാഗം മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ ഇത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ വന്നപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൻ മോഷ്ടിച്ച വിഷയം വന്ന് അകത്ത് പോയപ്പോൾ അതിനെ ന്യായീകരിക്കുക. വേറെ ചിലരെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്ത്രിയെ പിടിച്ച്, വേറെ ചിലരെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്ത്രി അകത്തോട്ട് കയറിയ വേറെ ചിലരെ രക്ഷിക്കാൻ പറ്റുമോ? ആ അവസ്ഥയൊന്നുമില്ല. തന്ത്രിക്കകത്ത് തന്ത്രി മോഷ്ടിച്ചതെന്ന് ബോധ്യപ്പെട്ട് തന്ത്രിയെ ഈ പറയുന്ന SIT സംഘത്തിന് പോലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്കുള്ള മൊഴികളുണ്ട് ഇതിനകത്ത്. കോടതി അതിന്റെ പുറകെ നിൽക്കുന്നുണ്ട്. തന്ത്രി അകത്ത് പോയി. തന്ത്രി ഇതിനകത്ത് ആദ്യം അകത്ത് പോകേണ്ട ആൾ. കാരണം ശബരിമല പോലെയുള്ള ഒരു അമ്പലത്തിൽ എന്ത് തീരുമാനവും എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ തീരുമാനം ഇയാൾ വിചാരിച്ചാൽ എടുക്കാൻ ആർക്കും പറ്റത്തില്ല. ഇയാൾ ഒരു രാഷ്ട്രീയക്കാരന്റെ പാർട്ടിയല്ല, ഇയാൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനല്ല. ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം മേടിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ പരമ്പരാഗതമായിട്ട് അമ്പലങ്ങളുടെ താന്ത്രികം വധിക്കുന്ന ആളാ. ഇയാളെ മാറ്റാൻ ആർക്കും പറ്റത്തില്ല. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ നിയമം. ഭരണഘടനയ്ക്കകത്തും മറ്റു പലയിടത്തും ഇല്ലാത്ത വിശ്വാസത്തിന്റെ പുറത്തുള്ള ഒരു നിയമമാണ്. ആ നിയമത്തിനകത്തിരിക്കുന്ന ആൾ ഇയാൾക്ക് ശബരിമല ശാസ്താവിന്റെ മുതൽ മോട്ടിക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല, പിണറായി വിജയനല്ല, നരേന്ദ്രമോദി ആയപ്പോൾ ഇയാൾ വെളിയിലോട്ടിറങ്ങിയെന്ന് പറഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ? ഈ പറയുന്ന വിശ്വാസികളെല്ലാം കൂടെ കൂടും. ആര് കാണും രാജ്യത്ത്? അപ്പൊ ആ സമയത്താണ് ഇയാളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇയാളെ ഒന്നും ചെയ്തിട്ടില്ല, പാവമായിരുന്നു, ശുദ്ധനായിരുന്നു, ഗായത്രി മന്ത്രം മാത്രം രാവിലെ ഉച്ചയ്ക്കും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു, ചിലപ്പം മാത്രം ഭക്ഷണം കഴിക്കത്തുള്ളൂ ഒക്കെ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ 2015-16 ഒരു മന്നെ ഉദ്യോഗസ്ഥൻ ഇതുപോലെ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, തന്ത്രിയെ വിശ്വസിക്കുന്നില്ല. നമ്മളൊക്കെ പറയുന്നത് പോലെ ദൈവം എന്ന് പറഞ്ഞാൽ ഈ തന്ത്രി പറയുന്ന ആളൊന്നുമല്ല, ആരുടെയും കസ്റ്റഡിയിലല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ അയ്യപ്പൻ പിടിച്ചിറക്കി കൊണ്ട് പോയനല്ലേ ജയിലിൽ നിന്ന്, വാമോനെ ഇഞ്ഞു ഇറങ്ങി വിടാന്ന് പറഞ്ഞോണ്ട് അയ്യപ്പന്റെ സ്വന്തം അയ്യപ്പനുമായിട്ട് സംസാരിക്കുന്ന ആളെന്നല്ലേ പറഞ്ഞു. അയ്യപ്പന്റെ അനുജ്ഞ പുള്ളിയാ പറയുന്നത്. അവിടെ ഇളക്ക് കൊണ്ടുപോകും, ഇവിടെ ഇളക്ക് സ്വർണ്ണം അടിച്ചോണ്ട് പോവാ, ഇവിടെ പോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്ന അയാളുടെ അനുജ്ഞ. ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അവിടെ ഇയാൾക്ക് റൂമൊക്കെ ഉണ്ട്. എനിക്ക് പറയും, ഞാൻ തന്ത്രിയുടെ റൂമിൽ പോയിട്ടുള്ള ശബരിമല പോകുമ്പോൾ. കാരണം തന്ത്രി റൂമിൽ പോയിട്ട് അവിടെ ആൾക്കാർ ചെല്ലും, തന്ത്രിയെ കാണാം. ചെല്ലുമ്പോൾ ഈ പറഞ്ഞ ധന്യ പറഞ്ഞില്ലേ, 1000 പുള്ളിയുടെ ഗ്രേഡ് അനുസരിച്ചാണല്ലോ. 500 കൊടുക്കാൻ പറ്റുമോ, 1000 കൊടുക്കാൻ പറ്റുമോ, 5000 കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ളവർ ഇയാളെ കാണാനും പറ്റത്തില്ല. മനസ്സിലായി? ഈ പാവം പിടിച്ചവൻ ഒരു കാഴ്ചക്കാരന് കാണാൻ പറ്റുന്ന ആളല്ല തന്ത്രി. അപ്പം അതിങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നതിന് പോലും ആൾക്കാരെ നിർത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്, അന്ന് ഇദ്ദേഹം എപ്പോഴും ഇരിക്കുന്നത് ശബരിമലയ്ക്കകത്ത് എന്ന് വെച്ചാൽ ഇടത്തെ സൈഡിൽ അല്ലെങ്കിൽ ശ്രീകോവിലിനോട് ബന്ധപ്പെട്ട് ശ്രീകോവിലിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള റൂം ആ പുള്ളിക്ക് തരപ്പെടുത്തിയേക്കുന്നത്. അതിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ പറയുന്ന മേൽശാന്തിക്കുമുള്ളത്. മേൽശാന്തിയും തന്ത്രിയും എല്ലാമായിട്ട് ബന്ധമാണ്. കാരണം പരസ്പരം സഹായ സംഘമാണല്ലോ ഇതെല്ലാം. കോടിക്കണക്കിന് രൂപ വരുന്നിടത്ത് നിന്ന് ഈ അമ്പലത്തിനകത്ത് മേൽശാന്തി എന്ന് പറയുന്ന ആൾക്ക് അമ്പലത്തിനകത്ത് വീഴുന്ന പൈസ മൊത്തം അയാളുടെ. ഈ ഭണ്ഡാരത്തിൽ വീഴുന്നതിന്റെ ഇരട്ടിക്കാശാ വരുന്നേ. ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഭണ്ഡാരത്തിനടുത്തില്ല, ഭഗവാനിലേക്ക് കിഴികെട്ടി സ്വർണം വാരി എറിയുക ഈ ഭഗവാന്റെ അടുത്തോട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് അങ്ങനെ ആവരുത് തടയാൻ വേണ്ടി അവിടെ ഈ ഉദ്യോഗസ്ഥന്മാരെ നിർത്തിയിട്ട്, ആ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ദിവസം, നിങ്ങൾ വിശ്വസിക്കത്തില്ല, പണ്ട് അവിടുത്തെ ഒരു പോലീസ് ഓഫീസറിന്റെ അടുത്ത് ഒരു ദിവസം 50,000 രൂപ വീതം ഈ ഭണ്ഡാരത്തിനെ വട്ടം നിൽക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് തന്ത്രി കൊടുക്കുമെന്ന്. അപ്പോൾ അങ്ങനെ 10-15 പേരുണ്ട്. അപ്പൊ എത്ര രൂപ ഒരു ദിവസത്തെ വരുമാനം? കോടികളാ. കാരണം അവരെ വിശ്വാസികളെ വിലക്കത്തില്ല, ഭണ്ഡാരത്തിനകത്ത് ഇടാതെ അങ്ങോട്ട് എറിയാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. അന്നേരം പൈസ ഭണ്ഡാരത്തിനകത്ത് ഇടാതെ
ശ്രീകോവിലിനകത്ത് വീഴും. ശ്രീകോവിലിനകത്ത് വീഴുന്ന പണത്തിന്റെയും അല്ലെങ്കിൽ സ്വർണത്തിന്റെയും എല്ലാ അവകാശി ഈ പറയുന്നത് ആരാ? മേൽശാന്തിയാ. അത് എല്ലാ അമ്പലത്തിലും ആ തത്വം തന്നെ, അതവിടെ വയ്ക്കട്ടെ. അപ്പം ഈ മേൽശാന്തിക്ക് ഒരു റൂമുണ്ട്, ഇദ്ദേഹത്തിന് റൂം അടുത്തടുത്താണ്. അവിടുത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ സമയത്തല്ലാതെ മേൽശാന്തിമാർ അത്യാവശ്യം രാവിലെ പ്രധാനപ്പെട്ട അതിനകത്തോട്ട് കയറി കൊളുത്തി പൂജ കൊടുത്ത് പിന്നെ ആവശ്യം പോലെ കീഴ്ശാന്തിമാരുണ്ട്. ഇവരായ കാര്യങ്ങൾ 10 11 മണി വരെ നടത്തി. ഇവർ അത്യാവശ്യം കയറുക ഇറങ്ങുക, ഉച്ചപൂജ അല്ലെങ്കിൽ മിനിറ്റുകളേ ഉള്ളൂ. മേൽശാന്തി, അവർക്ക് കീഴ്ശാന്തിമാരുണ്ട്. അപ്പം ഈ പിന്നെ റൂമിൽ കച്ചവടം. റൂമിൽ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അവിടെ ഇരുന്നപ്പോൾ ഈ വലിയ വലിയ പണക്കാരെ തന്ത്രിയെ കാണാൻ അനുവദിക്കുകയാണ്. എന്നിട്ട് അറിയാമല്ലോ, നമ്മൾ ഈ വിഷു കൈനീട്ടം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ 1 രൂപ തരത്തില്ല, 1 രൂപ നാണയം അവിടെ വെച്ചേക്കുക. എന്നിട്ട് ഈ വന്ന ആൾക്കാർ ചമ്രം കൂട്ടി നിരന്നിരിക്കുക തന്ത്രിയുടെ ഈ മേൽശാന്തിയുടെ മുമ്പിൽ നിരന്നിരുന്നിട്ട് ഈ 1 രൂപ നാണയം, ഇത് തന്ത്രി വലിയ ആളല്ലേ, ശബരിമല അയ്യപ്പൻ്റെ തന്തയല്ലേ, അല്ലെങ്കിൽ മേൽശാന്തി പറഞ്ഞ ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയുള്ളൂ. അപ്പോൾ അവർ വിചാരിക്കുന്നതാണ്, ഈ വിശ്വാസമാണല്ലോ എല്ലാ പ്രശ്നം. ആണ് നമ്മുടെ ഈ വടക്കേ ഇന്ത്യയിൽ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വിശ്വാസികൾ, കോടികളുടെ വരുമാനമുള്ള ആൾക്കാരുണ്ട് അവിടുന്ന്. ഈ അതുപോലെ ഈ ആന്ധ്രയിൽ നിന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന പണമൊന്നുമല്ല. ഈ അവിടുത്തെ ഒക്കെ ഓരോരുത്തരുടെ പൈസയുടെ കണക്കായിട്ട് 10 10,000 കോടി രൂപ ആസ്തിയുള്ളവനാ. ഇതിനകത്ത് ഇവരുടെ ഒരു വിശ്വാസമുണ്ട്, അയ്യപ്പൻ ഒരു പാർട്ണർ. അറിയോ, ഈ ശബരിമലയിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള മിക്കവാറുള്ള ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യുന്നതിന്റെ അയ്യപ്പനൊരു ആ ബിസിനസിന്റെ ഒരു പാർട്ണറാ. അവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഈ അയ്യപ്പന് കൊണ്ടും കൊടുക്കുക. ഈ കൊടുക്കുന്ന അയ്യപ്പനല്ല, ഇവന്മാരടിച്ചുകൊണ്ട് പോവുക. ആരെ ഇത് നേരിട്ട് തന്ത്രിക്കും അല്ലെങ്കിൽ മേശാന്തിക്കും കിട്ടി അതാ ഗുണമെന്ന് അവിടെ കൊണ്ട് കൊടുക്കുക. ഇപ്പം പറഞ്ഞു വന്നത് അവിടെ ചമ്പ്രം പൂട്ടി ഇട്ടിരിക്കുക. ഇപ്പൊ അവിടെ കയറാൻ ഇതുപോലെ പണമുള്ളവനെയും കോടീശ്വരന്മാരെയും മാത്രം പണം കോടിക്കണക്കിന് ആൾക്കാരില്ലേ വരുന്നത്. അവിടെ ഒരു എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാൽ, ഇവരെ കാണുക എന്ന് പറഞ്ഞാൽ, ഇവരുടെ അനുഗ്രഹം മേടിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ആൾക്കാരാണല്ലോ, അയ്യപ്പന്റെ നേരിട്ടുള്ള ആൾക്കാരാണോ, അയ്യപ്പന്റെ അച്ഛനാണല്ലോ. അപ്പം അതിന് വേണ്ടി തെള്ളിക്കൊണ്ടിരിക്കുക ആ വിശ്വാസത്തിലോ. എന്നിട്ട് അവിടെ ചമ്പ്രം പൂട്ടിരിക്കുക, ഓരോ രൂപ നാണയം പൂയിച്ച് നെറ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുക. നെറ്റിച്ച് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നെറ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുക. തന്ത്രി അവിടെ ഇരിക്കും, ചെയ്യുന്നത് മേൽശാന്തിയാ. നെറ്റിച്ചൊട്ടിച്ചു കൊടുക്കുക. കെട്ടുകണക്കിന്, അന്നൊക്കെ 2000 പറഞ്ഞ 2000ന്റെ കെട്ടുകളാ. അത് കെട്ടുകണക്കിന് 10 ലക്ഷം രൂപയിൽ കുറയാത്ത, 10 ലക്ഷം തൊട്ട് മേപ്പോട്ട എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് മേടിക്കുക. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ നടക്കും. അവസാനം ഈ പറയുന്ന ഈ ദേവസ്വം മുൻ വിജിലൻസ് ചീഫ് അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ IPS അദ്ദേഹം പറഞ്ഞ്, ഞാൻ ഇതറിഞ്ഞ ഉടനെ ഞാൻ അവിടുത്തെ SI മിസ്റ്റർ പ്രശാന്ത്, അയാളിപ്പോൾ CA അല്ലെ, വ്യക്തത വരുത്തിയാൽ പറഞ്ഞു, അയാളിപ്പോൾ CA ആണെന്ന് പറഞ്ഞു. അയാളെ വിളിച്ചിട്ട് അവിടെ ചെന്ന് തന്നെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് അവിടെ ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളുടെ പേര് ഞാൻ കേസെടുക്കും. ഇത് ശബരിമല ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ അമ്പലത്തിന് വരുന്ന വരുമാനം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിൽ വിശ്വാസികളെ മുതലെടുക്കുന്ന, ലക്ഷങ്ങൾ മേടിക്കുന്ന, കണക്കില്ലാതെ പൈസ ഉണ്ടാക്കുന്ന രീതിയാണ്. മര്യാദയ്ക്ക് നിർത്തിയോ, കേസെടുക്കുമെന്ന് പറഞ്ഞു. അന്നേരം അത് നിർത്തി. ഇതുപോലുള്ള പല കാര്യങ്ങളും വളരെ ദീർഘമായിട്ട് പ്ലാൻ ചെയ്ത് കൊള്ളയടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശബരിമല കൊള്ളക്കാരനാണ് ഈ തന്ത്രി എന്നുള്ള കാര്യം അന്ന് തൊട്ടേ എനിക്കറിയാം. അതിനകത്ത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് അയാള് ഇതിനകത്ത് അവിടെ ഇയാള് എത്ര ഈ നമ്മൾ പറയാം ശബരിമല തന്ത്രി മാത്രമല്ല, എൻ്റെ അമ്പലത്തിൽ തന്ത്രി ഇയാളാ, താന്ത്രികയാക്ക. ഈ പറയുന്ന ഈ താഴ്മൺ തടത്തിനാണ്, ചെങ്ങന്നൂർ താഴ്മൺ മഠത്തിനാണ് ഈ ഇവിടെ പല താന്ത്രിക കുടുംബങ്ങളും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ താന്ത്രികമുള്ള, ഏറ്റവും കൂടുതൽ അമ്പലങ്ങളുള്ള ഈ അമ്പലം ഇവിടുത്തെ സീസൺ കഴിഞ്ഞ് ഇവർ റൊട്ടേറ്റ് വെച്ചു. ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഉത്സവം കഴിഞ്ഞിട്ട് ഉത്സവത്തിന് എല്ലാവരും പങ്കെടുക്കണം. ഒരു കൊല്ലത്തിൽ അമ്പലത്തിൽ നിന്ന് ഉത്സവ സമയത്ത് വന്ന് വലിയൊരു തുക കിട്ടും. അല്ലെങ്കിൽ അമ്പലത്തിൽ എന്ത് കാര്യം നടത്തണമെങ്കിൽ ഇവർ ചെന്നിരുന്ന് പറയണം, ഭഗവാന്റെ അനുജ്ഞ അതാണ് സാധനം അറിയണമെങ്കിൽ ഇവർ എന്നല്ലേ ഒക്കെ ചോദിക്കണ്ടേ, പറയത്തുള്ളൂ. ഭഗവാൻ പറയും പോലെ ചെന്ന് നോക്കുമ്പം ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടാകേണ്ട, അമ്പലത്തിന്റെ ആ പടിയുടെ കീഴിലൊരു വാരം ഉണ്ടല്ലോ, അത് മാറ്റണം കേട്ടോ, ഭഗവാൻ ഇഷ്ടമല്ല. അത് മാറ്റണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. അതിനകത്ത് ഇത് മാറ്റുന്നവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും, കൊടിമരക്കാരൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും, പ്രതിഷ്ഠക്കാരൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും. പല അമ്പലങ്ങളും കൊടിമരം പറ്റുന്നത് അറിയാം. കൊടിമരം വെക്കുന്ന ആളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിട്ട് നമ്മൾ സംസാരിക്കുന്നത് എനിക്കറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ കൊടിമരം ഇന്നയാളുടെ കൊടിമരം വെക്കണമെന്ന് ഇവരാ പറയുന്നത്. അമ്പലം ചോദിക്കും ആരുടെ വേണം, എന്താ അത് ദേവഹിതം അനുസരിച്ച് മറ്റേ ദേവഹിതം അനുസരിച്ചല്ല, ഇയാളുടെ ഹിതം അനുസരിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപയ്ക്ക് കിട്ടും. ഇന്ന് പറഞ്ഞേക്കും, ഞാൻ ഇയാളുടെ പേരാ പറയാൻ പോകുന്നത്, എനിക്ക് ഇത്ര ശതമാനം. അത് 10 ലക്ഷം രൂപയാണെങ്കിൽ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ. ഇത് അതുപോലെ ബിംബങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ, വിഗ്രഹങ്ങൾ കൊത്തുന്നവരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. ഇന്ന ഉണ്ടാകാൻ അല്ലെങ്കിൽ ആചാര്യയുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതത്ര ശരിയല്ല, അതിൻ്റെ ലക്ഷണം കറക്റ്റ് അല്ല, അല്ലെങ്കിൽ അതിന് ചൈതന്യം കുറയും. അതാ അവൻ്റെ കയ്യിൽ നിന്ന് കൊത്തുന്നതിന് 10 ലക്ഷം രൂപ കൊടുക്കുന്ന, അമ്പലം കുത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 3 ലക്ഷം. ഇങ്ങനെ വലിയൊരു കൊള്ളയാണ് ഇതിനകത്ത്. അല്ലാതെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ് ഈ തന്ത്രിയൊക്കെ എന്ന് പറയുന്ന ആൾക്കാരുടെ കാര്യം ബോധ്യപ്പെട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഇത് ശബരിമലയിൽ ഒരു കാര്യം മാത്രം, ശബരിമലയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും ശബരിമല സ്പോൺസർമാർ വരുന്ന സമയത്ത് എന്തിനാ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ട് ഈ സ്പോൺസർമാരുടെ ബന്ധം ഉണ്ടാക്കി?
സ്പോൺസർമാരായിട്ട് ഇയാൾ ബന്ധം ഉണ്ടാക്കി. അപ്പം ഇതിനകത്ത് ഈ കൊള്ളയ്ക്കകത്ത് ഇയാൾക്ക് പങ്കില്ലാതെ അല്ലെങ്കിൽ ഇയാൾ പറയാതെ ഇയാളുടെ കാര്യങ്ങൾ ഇയാൾ അറിയാതെ നടക്കത്തില്ല. കാരണം അവർക്കറിയാം തന്ത്രി എന്ന് പറയുന്ന ആൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ, കുഴപ്പമുണ്ടാക്കിയാൽ എല്ലാവരും ഒത്തു. അതുകൊണ്ട് തന്ത്രിക്ക് ആദ്യമേ അതിനകത്ത് നല്ലൊരു വീതം, അല്ലെങ്കിൽ ഈ കച്ചവടം, അല്ലെങ്കിൽ ഈ ഇത് പറയുന്ന പോലെ വെളിയിൽ കൊണ്ടുപോകുന്നതിന് എല്ലാത്തിനകത്തും ഇയാളുടെ പങ്കുണ്ട്. ഇയാൾ നിസ്സാരക്കാരനല്ല. ഇയാളൊന്നും ഈ പറയുന്നത് പോലെ ഈ വിശ്വാസികളെ അല്ലെങ്കിൽ പാവം പിടിച്ചവരെ അല്ലെ ഇത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ശബരിമല അയ്യപ്പനെയും അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങളിലെ അല്ലെങ്കിൽ വിശ്വാസത്തെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.